ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ നമ്മുടെ ഒരു യാത്രാ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലകളുടെ നെറുകയിലൂടെയുള്ള യാത്രകൾക്കൊക്കെ ശേഷം കഴിഞ്ഞ 2 എപ്പിസോഡ് അതായിരുന്നു. നമ്മളിതുവരെ കാണാത്ത, അറിയാത്ത, വിജനമായതും അല്ലാത്തതുമായിട്ടുള്ള മലയുടെ മുകളിലൂടെയുള്ള കയറ്റവും ഇറക്കമൊക്കെ ഇറങ്ങി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ഈ ഡെസ്റ്റിനേഷനിൽ കയറിപ്പോകാൻ 2 വഴിയുണ്ട്. ഒരു വഴിയെന്ന് പറഞ്ഞാൽ മുകളിൽ അത് റിസോർട്ടുകാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു വഴിയാണ്. അത് അവരുടെ സ്വന്തം വഴിയാണ്. അവിടേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ അതൊരു ഒരിക്കലും അവരത് അംഗീകരിച്ച് തരണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് മാറുമ്പോൾ ഒരു കാനനപാത തെളിച്ചിട്ടിട്ടുണ്ട്. ആ തെളിഞ്ഞ് കിടക്കുന്ന കാനനപാതയിലൂടെ ഒരല്പം കയറ്റമാണ് എന്നതൊഴിച്ചാൽ യാതൊരുവിധ തടസ്സവുമില്ലാതെ നമുക്ക് മുത്തുകോര മലയിൽ എത്തിച്ചേരാൻ കഴിയും. ഈ മുത്തുകോര മലയായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ നേരത്തെ മുത്തുകോര മലയിൽ എത്തിയപ്പോൾ ആ റിസോർട്ടിൻ്റെ അതിലെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് റിസോർട്ട് ഓപ്പണൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ നടന്നു പോയി വാഹനം കയറ്റാൻ പറ്റത്തത്. ഇപ്പോൾ അവിടെ റിസോർട്ടൊക്കെ ഓപ്പണാണ്. അപ്പം റിസോർട്ട് ഓപ്പൺ ആയതുകൊണ്ട് ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു എന്ന് കരുതി നമ്മൾ അതിൽ കയറി ചെല്ലരുത്. കാരണം അവരുടെ കസ്റ്റമേഴ്സിന് മാത്രമാണ് ആ ഗേറ്റ് അവർ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. വേറെ നമ്മളാരും കയറി ചെന്നാൽ ഒരു പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് അവരുടെ സ്വകാര്യതയിൽപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അവിടെ ചൂണ്ടുപലക വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ മുത്തുകോരം മലയിലേക്കുള്ള കാനനപാത. ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പും കൂടെ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. വനത്തിനകത്തൂടെ കുത്തനെയുള്ള കയറ്റം കയറി തെളിഞ്ഞു കിടക്കുന്ന ഒരു വടിയൊക്കെ കുത്തി. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ വഴി കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടേക്ക് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വഴി, അതാണ് നമ്മളിവിടെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടേക്ക് വന്നുവെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത യാത്രയായിരുന്നു. ആ യാത്രയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും പോയിട്ട് അതും കാണുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലെയുള്ള യാത്രാ വീഡിയോകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും നമ്മുടെ ഈ ചാനൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ എപ്പോഴും കൂടെ കൂടിക്കോളൂ. വളരെ അഡ്വഞ്ചറായിട്ടും വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരോടും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുത്തുകോര മലയിലേക്ക് പോകാം. അല്ലേ 4 വർഷമായി സാമ്പാർ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ 2 മിനിറ്റത്തെ വിശ്രമമൊക്കെ ശേഷം നമ്മളിതാ വീണ്ടും മല കയറാൻ തുടങ്ങുകയാണ്. ഇപ്പം മല കയറുമ്പോൾ നമുക്കൊരു വടിയൊക്കെ കുത്തി പോകണം. ഏതോ ഒരു ക്ഷുദ്രജീവി അപ്പം വീണ പോലെ തോന്നിയാണ്. തെറ്റുന്നുണ്ട്, നമ്മുടെ തെറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലെ മല നമ്മൾ വെച്ചു നേരത്തെ ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കണം. നേരത്തെ ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇനിയും സമയം കളയണ്ട. ഇനിയിപ്പോൾ കാണുക, ഒരു വീഡിയോ എടുക്കുക, പോവുക, ഇച്ചിരി നേരം ഇരിക്കുക,
എത്തിയൊന്നുമില്ല. വ്യൂ പോയിന്റിലേക്ക് നല്ല ദൂരമുണ്ട്. ഇവിടെ മുഴുവൻ ഈ സാധനം അല്ലേ, ഇതൊരു സൈസ് വെള്ളം കൂവ തിന്നാൻ പറ്റുന്ന കൂവയാണ്. കാട്ടുവാസികളൊക്കെ കൂവക്കിഴങ്ങ് ഇതിൻ്റെ ആണ്. ഓക്കെ, കൂവപ്പൊടി അല്ലേ? ആ, വലിയൊരു ഗുഹ. വാഗമണിലെ ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നതാണ് വിദൂരത്ത് അല്ലേ. വാഗമൺ മലനിരകളും ഒരുപാട് നടന്നു ക്ഷീണിച്ച് കഴിയുമ്പോൾ ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് ഇതിപ്പോൾ റൈറ്റ് വേ ആണ് നമ്മൾ പോകുന്നത്. അത് മനം കത്തി കാടാണ്. അതിലെയാണ് പിന്നെ നമുക്ക് ഇത് തന്നെ പോകാം അല്ലേ, ഊഹിച്ചങ്ങ് പോകാം. ഇന്ന് ബൈക്കുകളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ അത്രയും വണ്ടി കിടന്ന് പിടിച്ച സ്ഥലം കിടന്ന് അല്ലേ. നമ്മൾ കാണാതെ പോകും കൂടാ അല്ലേ, അടികളല്ലേ. ഓൾമോസ്റ്റ് നമ്മൾ മുതുകോരമലയുടെ ഉച്ചയിലെത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. വേറെ എങ്ങോട്ടേലുമൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരിക്കും. കാരണം മുതുകോര വ്യൂ പോയിന്റ് വിശാലമായിട്ട് കിടക്കുകയല്ലേ. അയ്യോ എൻ്റെ പോന്നെ, വെയിറ്റ് ആൻഡ് സീ. നമ്മളേ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അവസാനിപ്പിച്ച മഞ്ഞാണ് തിരിച്ചു പോയ വഴിയില്ലേ, അവിടെ കാറ്റ് ശക്തമായ കാറ്റാണ് നമ്മളെ എതിരേക്കുന്നത്. നമ്മൾ ഈ മല കയറി വരുമ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ള ചൂടുണ്ടാവും. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാറ്റ് നമുക്ക് നല്ല കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും നമ്മളാണ്ട് അവിടെ വരെ വന്ന് അങ്ങ് ആ നരച്ച് നിൽക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ മരത്തിൻ്റെ അവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ മഞ്ഞായിരുന്നു. ഇവിടെ ഈ കൊക്ക ഉണ്ടെന്ന് അറിയാം, പക്ഷേ കൊക്ക നമുക്ക് എത്രമാത്രം നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് അറിയാതെ നമ്മൾ വരുന്നത് ശരിയല്ല എന്നുകൊണ്ട് നമുക്ക് തിരിച്ചു പോയത്. അവിടെ വരെ തിരിച്ചു പോയി. കാരണം ഒരു കല്ലിൽ നിന്ന് വേറൊരു കല്ലിലേക്ക് നമ്മൾ കയറുമ്പോൾ അത് കുഴിയാണോ വഴിയുണ്ടോ നമുക്ക് അറിയാൻ പറ്റാത്ത പോലെ ഇതിലുള്ള മഞ്ഞാണ്. ആ വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്രാവശ്യം നമ്മൾ എൻ്റെ ഡിഫറൻ്റായ വഴിയാണ് വന്നത്. മുതുകോരയ്ക്ക് പുതിയൊരു വഴി തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ കയറി വന്നത്. അതൊരു പക്ഷേ യൂട്യൂബിൽ ഇതുവരെ ആരും കാണിച്ചു തരാത്ത വഴിയാണ്. നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും ഒരു റിസോർട്ടിൻ്റെ ഇതിലൂടെയും വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് മുതുകോരയിലേക്ക് കയറി വരാൻ പറ്റും. അത്യാവശ്യം മോശമല്ലാത്തൊരു കയറ്റം കയറേണ്ട എന്നുള്ളത് ഒഴിച്ചാൽ പറ്റു കുഴപ്പമാണ്. സാവകാശം ഒരു വടിയൊക്കെ ഇട്ട് കയറി വന്നാൽ മതി. രാകേഷ് ദിഗംബരൻ ആകുന്ന രീതിയിലേക്ക് എത്തി. മുതുകോരമല നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇതാ കുറച്ചുകൂടെ പോയാൽ മതി, മുതുകോരമലയിലേക്ക് എത്തിച്ചേരും. കാട്ടുതീ ഇവിടെ എല്ലാം ഇതിനെല്ലാം വെന്ത് ഇത് കണ്ടോ രാകേഷേ, അടിപൊളി കേട്ടോ. എനിക്കും തോന്നുന്നുണ്ട് നമ്മൾ അതുവഴി ഇങ്ങോട്ട് കയറണമെന്ന് അവർ കാണിച്ചായിരുന്നല്ലോ. പക്ഷേ ആണ്ട് ഇതിലെ അതിൽ നമുക്ക് എങ്ങനെ കയറി വരിക, വഴിയില്ലല്ലോ, വഴി തെളിച്ചിട്ടില്ലല്ലോ. എൻ്റെ ആ കട്ടയില്ലേ, ആ മണ്ണ് വെട്ടി അവിടുന്ന് കയറി വരണമെന്ന് അവർ പറഞ്ഞു. പക്ഷെ ആ വഴി അങ്ങോട്ട് പോകും, കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അതിര് തിരിച്ച് അതിലേ കയറി വരേണ്ടി വരും. പക്ഷേ പ്രോപ്പർ വഴിയില്ല, നമുക്ക് പാടായിരിക്കും. ഇത് വഴി മുതുകോരമലയിലെ സായാഹ്നം എത്ര മനോഹരമാണെന്നറിയാം, എത്ര പവർഫുള്ളാണ്. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വേർത്ത് കുളിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ വന്നിട്ട് കാറ്റ് വന്നിട്ടില്ലേ
നമ്മൾ അന്ന് അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയ ആ കാഴ്ചയാണ് ഇന്നിപ്പോൾ നമുക്ക് വിശാലമായിട്ട് കാണുന്നത്. ഇന്ന് നമുക്ക് അവിടെ വരെ വന്നെങ്കിലും ഒരു കാഴ്ചകളും കാണാൻ കഴിയില്ലായിരുന്നു, അതുപോലെ മഞ്ഞല്ലായിരുന്നു. അതാണ് നമ്മുടെ ചപ്പൊക്കെ മുട്ടി ക്യാമറയ്ക്ക് സൗണ്ടും ഉണ്ടാവും. ക്യാമറയുടെ ലെൻസെലങ്ങാനും കൊണ്ടല്ലോ അത് പോക്കാവും. കാട്ടുതീ നല്ലോണം ഇവിടെ എല്ലാം അടിക്കാട് മുഴുവൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. നിയന്ത്രിതമായിട്ട് ഫോറസ്റ്റുകാർ കത്തിച്ചാണോ എന്നറിയില്ല, ഇനി അതോ അല്ലാതെ വന്ന കാട്ടുതീയാണ്. എന്തായാലും അധികം മരങ്ങളിലേക്കൊന്നും വ്യാപിച്ചിട്ടില്ല. അപ്പോൾ നിയന്ത്രിതമായിട്ടായാലും ചിറ്റീന്നിൻ്റെ കായ. ഇനി ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴല്ലോ ഈ കാടൊക്കെ ആർത്ത് കയറി വരും. എന്നിട്ട് ആ കാടുകളൊക്കെ വരഞ്ഞു മാറ്റി വേണം നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ. ഒരു പുതിയ ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർ പക്ഷേ നമ്മൾ കയറി വന്ന വഴിയല്ല വരുന്നത്, അവർ ആ റിസോർട്ടിൻ്റെ മുറ്റത്തൂടാണ് കയറി വരുന്നത്. പറയാം. പക്ഷേ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് കേട്ടോ, ഒരു ടീം വരുന്നുണ്ട്. അവരേ പക്ഷെ ആ റിസോർട്ടിലൂടെ വരുന്നത്. റിസോർട്ട് മീൻസ് അവിടുത്തെ ആ പഴയ ബംഗ്ലാവിലൂടെ വരുന്നത്. നിങ്ങളെ ആ കമ്പക്കാനം കറങ്ങി നിങ്ങളുടെ തലയ്ക്ക് അടിച്ചാൽ ആരെടുത്തിട്ട് പോകും? ചേട്ടാ അവിടെ വന്നേ. ഇപ്പോൾ വന്നപ്പോഴേ ഒരു ടേബിൾ ടോപ്പ് മൗണ്ടനായി ഇത് മാറിയിരിക്കുകയാണ്. ടേബിൾ ടോപ്പിൻ്റെ ആലുള്ള ഒരു പാറയ്ക്കുള്ള ഒരു ടേബിൾ നിരത്തിയിട്ടിരിക്കുന്ന പോലെ ഒരു യഥാർത്ഥ ടേബിൾ ടോപ്പ് മൗണ്ടൻ എവിടെയാണെന്നറിയാമല്ലോ? എവിടാ? ആഫ്രിക്ക. അപ്പോൾ ഒരു കാഴ്ചകളുണ്ടല്ലോ, നമ്മളെ റിസ്ക്കാന്ന് പറയും മാറ്റി വെച്ചാൽ പോയി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കും. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസം മുമ്പ് നമ്മൾ ആ മഞ്ഞിൻ്റെ കൂടാരത്തിൽ വന്ന് കയറിയിട്ട് തിരിച്ചു പോയതിൻ്റെ ആ നിരാശ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കി നമ്മൾ ഇന്ന് സമയം പോയി വഴി തെറ്റി വന്ന വഴി മഴ പെയ്യുന്നു തോന്നി എല്ലാം ചെയ്തെങ്കിലും നമ്മൾ മുതുകോര അടിച്ചിട്ടാ അവനെന്ന് പറയത്തില്ലേ രാഴ്ച? അത് തന്നെയാണ് ഈ മുതുകോര നമ്മൾ അടിച്ചിട്ടല്ലേ. മുതുകോര അടിച്ചിട്ടേ വേറൊരു ടീം ടീം വരുന്നുണ്ട്. അവർ വരട്ടെ, നമുക്ക് അവരോട് ചോദിക്കാം. അവിടെ കയറണം, അതാണ് ടോപ്പ്. ഒരു കാര്യമുണ്ടേ, റിസ്ക് എടുത്തുള്ള ഒരു യോഗം വേണ്ട. എല്ലാ സൈഡിലും വ്യൂ ആസ്വദിച്ച് നമുക്ക് പോവാം. സൂര്യൻ ഞാനും വരാം. അവിടെ അടി കളയുന്നത് അല്ലേ? നിങ്ങളിതേ ചവിട്ടിപ്പോൾ തന്നെയായിരുന്നല്ലോ. ഇതിലെ വന്നാലോ? അല്ല
എനിവേ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വരെ വന്നില്ല. വ്യൂ പോയിന്റും പാറകടയും ഒക്കെ ഉൾപ്പിരിവുകളാണ് കിടക്കുന്നത്. ഏതാ പിരിവുകളായുണ്ട്. ാണ് ഞാൻ പറഞ്ഞത്. വടികളല്ല, വടികളഞ്ഞാൽ പോയി. ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു. ഇറങ്ങി പോക്ക് നടക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ വെള്ളവും സംഭവമില്ലേ. എനിക്ക് റിസ്ക് ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. എങ്കിലും റിസ്ക് ഒക്കെ തന്നെയാണ്. നമ്മളിവിടെ വന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ്. നമുക്ക് ടേബിൾ ടോപ്പിൽ ഇവിടെ നിരങ്ങാനുണ്ടല്ലോ. പിന്നെ വലിയ കാര്യമാണ് കിട്ടുന്നില്ല. കാര്യം ക്യാമറയുടെ ഒപ്പം ചാടത്തെ അല്ലേ? ക്യാമറമാൻ കൂടെ ചാടത്തെ. പ്രധാന വിഷയം എന്താ വെച്ചാൽ ഈ പുല്ലെല്ലാം കത്തി വയ്ക്കും. ഇത് ചവിട്ടുമ്പോൾ ആ ഭാഗം ഒടിയും. നമ്മളിങ്ങനെ വന്നിട്ട് ആ കാണുന്ന വഴിയെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി കറങ്ങി ഈ മലയുടെ അങ്ങേ ചെന്നിട്ട് അല്ലേ അതേ കറങ്ങി ആ മലയുടെ കറങ്ങി സൈഡിൽ എന്നിട്ട് ആ കയറി വന്നു. പക്ഷേ ആ കട്ട് നിൽക്കുന്നിടത്തോടെ കയറി വരാമെന്ന് ആൾക്കാർ പറയും. പക്ഷേ നമുക്ക് കൃത്യമല്ലാതിരുന്നുണ്ട്. തന്നെയല്ല ബോർഡൊന്നുമില്ല അല്ലേ? ആണ് ഇവിടെ ഇരിക്കല്ലോ. മിസ്റ്റർ അതിങ്ങനെ ശിവശ്രീ അല്ല എൻ്റെ നിർമ്മാണം. ഷൂ തന്നെ വേണമെന്ന് പറയുന്നത്. ഇവിടെ കയറണല്ലേ, ഷൂ തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ ടോപ്പും റോക്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കാം. ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എടുത്തിട്ട് ടേബിൾ ടോപ്പ് മൗണ്ടൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോഴേ കിട്ടും. കാരണം കുറേ ആൾക്കാരുണ്ട്, അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പാട്ടിരിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവർ മണ്ടിലേക്ക് പോകാം, മുകളിലേക്ക് പോകാം. അപ്പം നമ്മൾ ടേബിൾ ടോപ്പ് ഈ പാറയുടെ മുകളിൽ കുറേ നേരം കൂടി ഇരിക്കാൻ പോകാം. പക്ഷെ കുറേ നേരമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഇരുന്ന് കാലൊക്കെ അതാണ് താഴോട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് വണ്ടിയൊക്കെ കണ്ട്
കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇല്ലിക്കല്ലായിരിക്കും ഓർമ്മ വരുന്നത്. കോട്ടയത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം ആ ഇല്ലിക്കല്ലിനോടൊപ്പം നിൽക്കും. ആ ഇല്ലിക്കല്ലിനെ കഴിഞ്ഞ് ഉയരത്തിലുള്ള മറ്റൊരു സ്ഥലമാണ് ഇതുപോലെ പീക്ക്. ഇതുപോലെ പീക്ക് എന്നത് നമ്മൾ ആ മേളിൽ കണ്ടു. അപ്പം അവിടേക്ക് ഇപ്പം പോകുന്നുണ്ട്. ഇതുപോലെ പീക്കിലെത്തിയാൽ ഒരുപക്ഷെ ഇല്ലിക്കല്ലിൻ്റെ കഴിഞ്ഞ് വരും. അത് നമ്മൾ കോട്ടയത്തിൻ്റെ മീശപ്പുലി മല എന്നൊക്കെ ഈ മലയെ പറയും. കോട്ടയത്തിൻ്റെ മീശപ്പുലി മല. ഒരു കാര്യമുണ്ട്, നമുക്ക് ഇല്ലിക്കല്ലിൽ പോകുന്ന പോലോ മറ്റ് വേറെ എവിടെയെങ്കിലും പോകുന്ന പോലെ വളരെ ഈസി ആയിട്ട് വരാനോ പോകാനും പറ്റുന്ന സ്ഥലമാണ് മുത്തുക്കോരം മല. കാരണം അപകടം നിറഞ്ഞ സ്ഥലമാണ്. വന്യമൃഗങ്ങളോ ഒന്നുമല്ല അപകടത്തിൻ്റെ കാരണമാണ്. പ്രോപ്പറായ ഒരു വഴി, ഈ വഴി മുഴുവൻ പാറയാണ്. ചാടി കയറി അങ്ങനെ വേണം പോകാൻ. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് കൃത്യമായ ഒരു അതായത് ഒരു ശ്രദ്ധയോട് കൂടി മാത്രം പോകുന്നതിന് നമുക്ക് ഇവിടുന്ന് സുരക്ഷിതമായിട്ട് തിരിച്ചറിഞ്ഞു പോകാം. വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുതുകോരമലയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആ മുകളിലേക്ക് ഗേറ്റ് ഇട്ടിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ പേര് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ മേളിൽ താമസിക്കുന്ന മേളിലെ റിസോർട്ടുകാർ ഒരുപക്ഷെ നമ്മളെ തടയാൻ സാധിക്കും. അത് അവിടെ കയറുന്ന അവർ റെസ്ട്രിക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നടന്നു ചെല്ലുന്നതിന് വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പോലും കയറാതിരിക്കുന്നതല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ നമുക്ക് കയറി വരാം. താരതമ്യേന ദൂരം കുറവാണ്, അല്പം കയറ്റമുണ്ട്. അപ്പോൾ ആ ദൂരം കുറവുള്ള കയറ്റം ഒരല്പമുണ്ട്. ആ കയറ്റം വളരെ സാവകാശം കയറി വരും. അങ്ങനെ കയറി വരുവാണെങ്കിൽ അതിന് തൊട്ടിപ്പുറത്തേക്ക് 50 മീറ്റർ മുന്നോട്ട് വന്നപ്പോൾ മുകളിലേക്ക് ഈ റിസോർട്ടിലേക്ക് ഒരു തന്നെ വഴി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ കാടുമൊന്നുമില്ല, നമുക്ക് കയറി വരാം. വഴിയൊക്കെ കുത്തി കയറി വരാൻ വഴികളൊക്കെ ഉണ്ട്. ആ വഴിയൊക്കെ നമ്മൾ കയറി ഇവിടെ കൊണ്ടുപോകും. വഴിയൊക്കെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ റിസോർട്ടിലെ പാക്കേജൊക്കെ എടുക്കുന്നതാണ് റിസോർട്ടിൻ്റെ വഴിയുണ്ട്. അങ്ങനെ അല്ലാത്തവരൊക്കെ 8 ദിവസം കൊണ്ട് പെട്ടെന്ന് വന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന നമ്മളെപ്പോലുള്ള ദൂരക്കുറവ്. റിസോർട്ടിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ വളഞ്ഞു കുറേ ഇതങ്ങനെ നമുക്ക് ഒരു കയറ്റം കയറും പെട്ടെന്ന് തന്നെ നമ്മളിത് കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ ഏതായാലും വളരെ പ്രയാസത്തിലാണ് മുതുകോര മലയുടെ ഈ വ്യൂ പോയിന്റ് കാണുന്നത്. ജാനുവരി വരാം. ജാനുവരി മഞ്ഞ ഉള്ള സമയത്താണ്. ജാനുവരി ആദ്യമൊക്കെ ജാനുവരി ഫെബ്രുവരി മാർച്ച് സമയമാണ്. പിന്നെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലേക്ക് പോയാൽ വീണ്ടും മഞ്ഞ. അതുകൊണ്ട് നവംബറിലേക്ക് മഞ്ഞിലൊക്കെ കാട്ടിനൊക്കെ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ബാക്കി സമയങ്ങളൊക്കെ മഴ സമയത്ത് ഇവിടെ വന്നു കാണാം. നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കാം. ഇങ്ങോട്ടാണ് നമ്മൾ സ്റ്റെപ്പ് പാറയാണ്. ഈ അഗാധമായ കൊക്കയ്ക്കകത്തേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് പോയാൽ നമ്മൾ എന്തായാലും നമ്മൾ കണ്ണുപോലും കാണാതാണ് പോകുന്നത്. കണ്ടിട്ട് നമ്മൾ പോകുമ്പം അതിനൊരു നമ്മൾ കണ്ടിട്ട് അഹങ്കാരത്തിന് പോയെന്ന് പറയും. കണ്ണ് കാണാതെ നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ അഹങ്കാരം കൊണ്ട് മാത്രം സാധിക്കും. അവരെല്ലാം കയറി അങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ്. അവർ ആ മലയുടെ ഏകദേശം ഒരു പകുതി എത്തിയിട്ടുണ്ട്. അപ്പം മുതുകോരമലയെക്കുറിച്ച് പറയാൻ ഇതൊക്കെയാണുള്ളത്. മുതുകോരമല വളരെ മനോഹരമായ ഒരു വനമേഖലയാണ്. കോട്ടയം ജില്ലയിലെ തന്നെ പൂഞ്ഞാറ് അല്ലേ? പൂഞ്ഞാറ് പിന്നെ ഏതാ സ്ഥലം? പൂഞ്ഞാറ് ഏന്തയാർ റൂട്ടിൽ വരണം. പൂഞ്ഞാറിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. നേരെ മുണ്ടക്കയം വരിക, മുണ്ടക്കയം കൂട്ടിക്ക വരിക. കൂട്ടിക്കത്തും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നേരെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട്. അത് കയറി നമുക്ക് വരുന്നത് ഇവിടെ വന്ന് കയറാൻ പറ്റും. ഇവിടെ വന്ന് കയറിയാൽ അവിടുന്ന് 2-3 ഹെയർപിൻ വളവുകളൊക്കെ കയറി വലിയ കുന്ന് കയറി വരണം. അത് പക്ഷേ നല്ല റോഡാണ്, അത്യാവശ്യം കോൺക്രീറ്റ് റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ വരാൻ പറ്റും. ഒരു പ്രയാസമില്ല, ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ എങ്ങനെയും മുണ്ടക്കയം ഏന്തയാർ റൂട്ടിൽ വരിക.
പിന്നെ കാഞ്ഞിരപ്പള്ളി നമ്മുടെ പൂഞ്ഞാറ് വഴി വരുന്നവർ നേരെ ഏന്തയാർ വരിക. ഏന്തയാർ വന്നിട്ട് ഏന്തയാറിന് മേളിലേക്ക് കയറി വരിക. കയറി വന്നിട്ട് മുതുകോര മല പിടിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഒരു വഴിയും ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഒരു വഴി ഫോളോ ചെയ്യാതിരിക്കുക. അങ്ങനെ ഫോളോ ചെയ്താണ് ഞങ്ങൾക്ക് ഇന്ന് ഈ അബദ്ധം പറ്റിയത്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എന്താണ്, മുതുകോര മലയുടെ കാഴ്ചകൾ അതിവിശാലമാണ്. സൂര്യൻ ഇതാ അസ്തമിക്കാറൊന്നും ആയിട്ടില്ല. സൂര്യൻ അങ്ങ് ഏകദേശം ഇനിയുണ്ട് കുറേയേറെ സമയം അസ്തമിക്കാൻ വേണ്ടി. അപ്പം സൂര്യാസ്തമയം ഒന്നും കാണാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇറങ്ങും. കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങും. ഇപ്പോൾ ചൂടായില്ലേ, വെയിൽ നല്ല ചൂടായി ഇപ്പം അല്ലേ. ആ കാറ്റൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും മുതുകോര മലയുടെ കാഴ്ചകൾ പരിഹാരം എന്ന രീതിയിൽ മുതുകോര മലയിൽ വന്നിട്ട് അത്യാവശ്യം കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല വ്യൂ നല്ലൊരു ചില്ലാണ്. എന്തായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് എടുക്കുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ താഴെ ഇറങ്ങി എല്ലാ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കാണുക, ആസ്വദിക്കുക. കട്ടയ്ക്ക് പോകാനില്ല. പക്ഷേ ഒരു ഹായ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഇത് ല്ലേ കാറ്റ്. നിങ്ങളെന്തോ ഒരു ഇലയിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും കാറ്റ് കേട്ടോ. അല്ല കമ്പല്ലേ അല്ലേ കിട്ടത്തില്ല. ഇതെല്ലാം ഫൈനലി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഫൈനലി ഈ വന്ന വഴി അത്രയും ഞങ്ങൾ തിരിച്ചിറങ്ങണം. വെള്ളം എടുത്തു തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ പോയി അവിടെ ഒരാളെ വീഡിയോ എടുക്കും. കാഴ്ചകൾ ഇവിടെ കാഴ്ചകൾ എന്തായാലും ഇവിടെ അവസാനിക്കുന്നു കേട്ടോ. കാഴ്ചകൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കുന്നില്ല. കളിയാക്കിയവർക്കും നിരുത്സാഹപ്പെടുത്തിയവർക്കും ഇവിടെ വരാം. ഞാൻ ടൂർ പാക്കേജ് വെക്കാം. ആ ടൂർ പാക്കേജിൽ ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ 3-4 സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ പറയാൻ പറ്റില്ല. ആരൊക്കെ വരും എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇതിൻ്റെ ഇല കണ്ട വടി ഉണ്ടെങ്കിലോ ഈസി ആവും. ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. എല്ലാവരും മതി. ഇപ്പൊ മുതുകോര മലയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കിടിലോൾസ്കി ഞങ്ങള് രാവിലെ ഇറങ്ങിയ അടിച്ച് വേറെ ഒരു അമ്മച്ചി വിറകാക്കി വരുന്നാൽ മതി.